ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇങ്ങോട്ടൊന്ന് വരണമെന്നും എല്ലാരെയും ഒന്ന് കാണണമെന്നും 2 ദിവസമായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്നാ സമയം കിട്ടിയേ. പുളിയിഞ്ചി ഉണ്ടാക്കുവാണോ? രാഘവേട്ടന് പുളിയിഞ്ചി എന്ന് വെച്ചാ വലിയ ഇഷ്ടാ. അതുകൊണ്ടൊന്നും ഉണ്ടാക്കാന്ന് വെച്ചതാ. വിഷ്ണു കൂടുതലും പുറത്തുനിന്നല്ലേ ഭക്ഷണം കഴിക്കാറ്. അതുകൊണ്ട് അവന്റെ ഇഷ്ടങ്ങളൊന്നും ഞാനിപ്പോഴങ്ങനെ നോക്കാറേ ഇല്ല. പുറത്തുനിന്ന് കഴിച്ച് രസം പിടിച്ചവർക്ക് സ്വന്തം അമ്മ വയ്ക്കുന്ന ഭക്ഷണം കഴിക്കാൻ കുറച്ചു മടിയുണ്ടാവും. പ്രത്യേകിച്ച് വെക്കാൻ അറിയാവുന്നവർ വെച്ച് കൊടുക്കുമ്പോ. അവിടെ വന്നാലും വിഷ്ണു ഒന്നും കഴിക്കാറില്ല. ഭക്ഷണം വിളമ്പി വെച്ച് അമ്മയും അച്ഛനും കാത്തിരിക്കുന്നുണ്ടാവുമെന്നും പറഞ്ഞു പോകും. അത് സത്യമേ, ഇതിൽ കുറച്ച് ശർക്കര ഇട്ട അല്പം കൂടി രുചി കിട്ടും. ശർക്കര ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാനിടാം. ഞങ്ങള് പാചകക്കാരുടെ രഹസ്യക്കൂട്ടുകളിലൊന്നാണ് ശർക്കര. ഇവിടെ ശർക്കരയൊന്നുമില്ല. പിന്നെ രാഘവേട്ടനല്ലേ, അതിപ്പം എരിവിന്റെ ഒരല്പം കുത്തുണ്ടെങ്കിലും രാഘവേട്ടൻ കഴിച്ചോളും. ഇത്രയും നാളും ഞാൻ ഇങ്ങനെയൊക്കെയല്ലേ വെച്ചു കൊടുത്തേ. ഇനി അങ്ങോട്ടും ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് കഴിക്കട്ടെ. കൂടുതൽ രസം പിടിച്ചു പോയാലേ മകനെ പോലെ അച്ഛനും പുറം ഭക്ഷണം തേടി പോവും. അല്ല, ശാരദാമ്മ ഒറ്റയ്ക്കാണോ വന്നേ? അല്ല, ശാലിനിയും കൂടെ പപ്പിയും സത്യമുണ്ട്. നല്ല മോളെ. സത്യാമ്മേ, നിനക്കിപ്പോ സത്യാമ്മയൊന്നും വേണ്ടല്ലേ? വേണമല്ലോ, അതുകൊണ്ടല്ലേ കാണാൻ വന്നത്. സത്യമേ, ഞങ്ങൾ വന്നതിന്റെ പ്രധാന കാര്യം മറ്റൊന്നാണ്. സത്യമ്മ കുടുംബശ്രീ വഴി ബ്ലോക്കിൽ നിന്നൊരു ലോൺ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ലേ? എന്തോ പലഹാര യൂണിറ്റ് തുടങ്ങാനോ മറ്റോ. അത് ശരിയായിട്ടുണ്ടെന്ന് പറയാൻ കൂടിയാ ഞങ്ങൾ വന്നത്. ഓ, അത് ശരി. അപ്പോ ഹോട്ടൽ പണി നിർത്തി ഇപ്പൊ ശാരദാമ്മ ബ്ലോക്ക് ഓഫീസർ പണിയാണോ ചെയ്യുന്നേ? ഭാമേ, എന്തൊക്കെയാ നീ പറയുന്നേ? ശാരദാമ്മ നല്ലൊരു കാര്യം പറയാനല്ലേ വന്നത്. അല്ല രാഘവേട്ട, ആ ലോൺ കിട്ടുമോ ഇല്ലയോ എന്ന് ഞാൻ ബ്ലോക്കിൽ പോയി ചോദിച്ചു എന്നുള്ളത് സത്യം തന്നെയാ. എന്നുവെച്ച് ആരുടെ ഔദാര്യമൊന്നും എനിക്ക് ആവശ്യമില്ല. ആരുടെയും വീട്ടിൽ നിർത്തി എനിക്ക് കൊണ്ട് തരുകയും വേണ്ട. എനിക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രം തന്നാ മതിയെന്നാ ഞാൻ പറഞ്ഞത്. സത്യമേ, ഇതില് അർഹതയുടെയും ഔദാര്യത്തിന്റെയും കാര്യമൊന്നുമില്ല. ഒരാളുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട കാര്യവുമില്ല. ഇത് സത്യാമ്മയ്ക്ക് അവകാശപ്പെട്ട ലോൺ തന്നെയാ. പക്ഷേ അതാദ്യം പാസ്സായത് എന്റെ അമ്മയ്ക്കാണെന്ന് മാത്രം.